ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹമുണ്ടോ അവിടെ? ശ്രീചൈതന്യ മനോഭീഷ്ടം സ്പീഡ് ചെല്ലിക്കൂ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സർവ്വതദാനന്യം ദദാതി സർവ്വതാന്തികം വന്ദേഹം ശ്രീഗുരേ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സഹജാതം സഹഗണ രഘുനാഥാന്വിതം തം സുജീവിതം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദ സഹഗണ ശ്രീവിशाखान्वितांश्च हे कृष्णा करुणा सिंधु दीनबन्धु जगत्पते गोपेश गोपिकान्त श्रीराधाकान्त नमोस्तुते तप्त काञ्चन गौरांगे श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे हरे राम 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 हरे हरे। മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. നമ്മള് രാമായണത്തിന്റെ 13-ാം ദിവസം സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരണ്യകാണ്ഡത്തിലേക്കാണ് നമ്മൾ ചെന്നത്. ആരണ്യകാണ്ഡത്തില് പല ഉപവനങ്ങളും ശ്രീരാമചന്ദ്രൻ സന്ദർശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആദ്യമായിട്ട് ദണ്ഡകവനത്തിൽ പ്രവേശിച്ചു, അവിടെ വിരാധനെ വധിച്ചു. അതുപോലെ തന്നെ അതായത് വിദ്യാധരൻ എന്നുള്ള ഗന്ധർവന് മോക്ഷം കൊടുത്തു. അതുപോലെ പിന്നെ വീണ്ടും ശരഭംഗ വനത്തിൽ പ്രവേശിച്ചു. പിന്നെ വീണ്ടും പോകുന്നത് സുധീഷ്ണന്റെ അടുത്തേക്കാണ്. അഗസ്ത്യ മുനിയുടെ മുഖ്യ ശിഷ്യനാണ് സുധീഷ്ണൻ. അപ്പം അതുപോലെ തന്നെ അഗസ്ത്യമുനിയുടെ അനുജൻ അഗ്നിജിഹ്വനെയും കണ്ടു, അനുഗ്രഹമൊക്കെ കൊടുത്തു. അഗസ്ത്യാശ്രമത്തിലൊക്കെ പ്രവേശിച്ച് പിന്നെ വീണ്ടും പഞ്ചവടിയിലേക്കാണ് തിരിക്കുന്നത്. പഞ്ചവടിയിലേക്ക് പോകുന്ന സമയത്ത് ഗോദാവരി നദീ തീരത്ത് പക്ഷിശ്രേഷ്ഠനായ വളരെ പ്രായമുള്ള പക്ഷിശ്രേഷ്ഠനായ ജഡായുവിനെ കാണുന്നുണ്ട്. അങ്ങനെ ജഡായു ഭഗവാനുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ച് എടുക്കുന്നുണ്ട്. ഇതില് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇതില് വാൽമീകി രാമായണത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. സീതാദേവി ശ്രീരാമചന്ദ്രനെ ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. അവിടെ ഇപ്പം ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ദണ്ഡകവനത്തിലൂടെ നടക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രനോട് വളരെ സ്നേഹമായിട്ട് സീതാദേവി പറയുകയാണ്, അല്ലയോ രാമ, കഠിനമായ ലൗകിക വാസന നിമിത്തം മാന്യനും മഹാനുമായ പുരുഷന്മാർ കൂടിയും അധപ്പതിക്കുന്നു. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. അപ്പം ലൗകിക വാസനകൾ കഠിനമായ, അപ്പൊ അത്രയും അധികം ഒരു പരിധിയിൽ കൂടുതൽ ലൗകിക വാസന നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവിടെ സീതാദേവി തന്നെ സ്വന്തം ഭർത്താവിനോട് പതിയോട് ഉപദേശിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിനാൽ ഭൗതിക സുഖങ്ങൾക്ക് അടിമയാകാതിരിക്കാൻ സ്വന്തം മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്നിവയെ കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. പഞ്ചമഹാഭൂതങ്ങളെ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെ നിയന്ത്രിക്കണം. പിന്നെ വീണ്ടും പറഞ്ഞു, 3 തരം പാപങ്ങളെ കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. അസത്യം പറയുക, പരപുരുഷന്റെ ഭാര്യയുമായി വീഴ്ച നടത്തുക, നിരപരാധികളോട് ക്രൂരത കാട്ടുക എന്നിവയാണ്. അപ്പൊ 3 പാപങ്ങൾ വളരെ വലിയ പാപമാണെന്നാണ് സീതാദേവി ശ്രീരാമചന്ദ്രന്റെ അടുത്ത് പറയുകയാണ്. ഭഗവാന്റെ അടുത്താണ് ലക്ഷ്മീദേവി പറഞ്ഞു കൊടുക്കുന്നത്. നോക്കണം, അസത്യം പറയുക, പരപുരുഷന്റെ ഭാര്യയുമായി വീഴ്ച നടത്തുക, നിരപരാധികളോട് ക്രൂരത കാട്ടുക എന്നിങ്ങനെ. ഇനി സീതാദേവി പറയും, അങ്ങയുടെ സ്വഭാവത്തിൽ ആദ്യം പറഞ്ഞ 2 പാവങ്ങളുടെ ഒരു അംശം പോലും ഇല്ല. താങ്കൾ ഒരിക്കലും അസത്യം പറഞ്ഞിട്ടുമില്ല. പരപുരുഷ ഭാര്യയെ കുറിച്ച് കാമോഹങ്ങൾ ചിന്തയിൽ കൂടിയും വച്ചു പുലർത്തുകയുമില്ല. പക്ഷേ രാമ, അങ്ങ് വളരെയധികം സാധുമുഖങ്ങളെ കാരണം കൂടാതെ വധിക്കുന്നുണ്ട്. ക്രൂരതയുടെ ദോഷം അങ്ങയിൽ ഉണ്ടെന്നതിന്റെ തെളിവാണത്. യാതൊരു ആവശ്യവുമില്ലാതെ ഇത്രയധികം മിണ്ടാപ്രാണികളെ കൊന്നെടുക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ അങ്ങേയറ്റം വ്യസനിക്കുന്നു. കാര്യം ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ എപ്പോഴും അമ്പും വില്ലും ഒക്കെ ഉണ്ട്. അതാണ് സീതാദേവിക്ക് നോക്കണത്. എത്ര സ്വാത്വിക സ്വഭാവിയാണെന്നായിരിക്കും.
കയ്യിലൊരു വില്ല് സദാ കരുതുന്നത് കാരണം അങ്ങേക്ക് കൊല്ലുവാനുള്ള വാസനയും സൗകര്യവും ഏറി വരുന്നു. അഗ്നിക്കരികിൽ കൊണ്ടുവച്ച എരിപുരുൾ അഗ്നിയെ ആളി കത്തിക്കുന്നത് പോലെയാണത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ശ്രീരാമചന്ദ്രനോട് സീതാദേവി കഥ പറഞ്ഞു തുടങ്ങിയാണ്. പണ്ടൊരിക്കൽ എടുത്ത് കഠിന തപസ്സുകൾ നിഷ്ഠിച്ച് ശ്രേഷ്ഠനായ ഒരു മുനിയുണ്ടായിരുന്നു. കൂടുതൽ സിദ്ധിയും ശക്തിയും ആർജിച്ച് ആ മഹർഷി തന്റെ സ്ഥാനം അപഹരിക്കുമോ എന്ന ഭയത്താൽ ദേവേന്ദ്രൻ ഒരു പടയാളിയുടെ പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തി. അപ്പൊ ഈ ദേവേന്ദ്രന് വീണ്ടും ഭയമുണ്ടായി ഈ ഋഷിയെ കണ്ടിട്ട്. അപ്പം ദേവേന്ദ്ര സ്ഥാനം പോകുമോ എന്ന് ദേവേന്ദ്രൻ എപ്പോഴും ഭയചകിതയാണ്. ഋഷിയുടെ ഉത്കർഷത്തിന് പ്രതിബന്ധം ഉണ്ടാക്കാനായി മാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഖഡ്ഗം കൊടുത്തിട്ട് ഓതി, ദേവി ചെയ്ത് ഞാൻ മടങ്ങി വരുവോളം ഈ ഖഡ്ഗം, അതായത് വാള്, അതീവ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിച്ചാല്. ഭയങ്കര ട്രിക്കാണ്, ആലോചിച്ച് നോക്കണം. അറിയാതെയാണ് നമ്മുടെ ജീവിതത്തിൽ കാമവാസനകൾ ഉണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾക്ക് അങ്ങനെ പോകണം എന്നുള്ളത്, അങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം, അറിയാതെ വന്ന് പെടുന്നതാണ്. ഇപ്പം താൻ നൽകിയ വാക്ക് പാലിക്കണമെന്ന് നിഷ്കർഷയുണ്ടായിരുന്ന മുനി എല്ലായ്പ്പോഴും ഖഡ്ഗം തന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിച്ചു. വനത്തിനുള്ളിൽ പുഷ്പ ഫലാദികൾ ശേഖരിക്കാൻ പോകുമ്പോൾ കൂടിയും വാളെടുക്കുവാൻ അദ്ദേഹം മറന്നില്ല. തൽഫലമായി ഗുരുഹൃദയം മെല്ലെ മെല്ലെ ക്രൂരതകൾക്ക് അടിമയായി തുടങ്ങി. ഒടുക്കം കഠിന വ്രതത്താൽ അനുഗ്രഹീതമായിരുന്ന സന്യാസ ജീവിതം വെടിഞ്ഞ് അദ്ദേഹം ഹിംസപ്രധാനമായ മറ്റൊരു ജീവിതം സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഈ വാൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുമ്പം അതൊക്കെ ഇതിന്റെ ആ ഒരു ഷാർപ്പ്നെസ്സും ഒക്കെ അറിയാതെ ഒന്ന് പരിശോധിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ചെടി വെറുതെ പോകുന്ന ചെടികളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ചെടിയെ കട്ട് ചെയ്യുമ്പം നമുക്ക് മൃഗത്തെ ഒന്ന് നോക്കിയാലോ, എങ്ങനെ മൃഗത്തെയും കൈവച്ചു തുടങ്ങി. അങ്ങനെ അവസാനം ഹിംസപ്രധാനമായ മറ്റൊരു ജീവിതം ആ മഹർഷി സ്വീകരിക്കുകയും ഇത്തരത്തിൽ അധമനായി തീർന്ന ആ ബ്രാഹ്മണന് മരണശേഷം ശിക്ഷയായി ലഭിച്ചത് നരകവാസനയായിരുന്നു. അറിയാതെ വന്നുപോയി, കണ്ടില്ലേ? അറിയോ പ്രിയതമ, ഇന്ദ്രന്റെ വാളിന്റെ സാമീപ്യം കൊണ്ട് മാത്രം അധമനായി തീർന്ന ആ ബ്രാഹ്മണനെ ഓർക്കുമ്പോൾ അങ്ങയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനാണ് എനിക്ക് തോന്നുന്നത്. ഋഷിമാരെ ഉപദ്രവിക്കുവാനെത്തുന്ന രാക്ഷസന്മാരെ മാത്രമേ അങ്ങ് വധിക്കുവാൻ പാടുള്ളൂ. അതിനായി മാത്രമേ ശസ്ത്രങ്ങൾ കയ്യിലെടുക്കാവൂ. നിരപരാധികളാണെന്ന് കാണുകിൽ രാക്ഷസന്മാരെ പോലും വെറുതെ വിട്ടുമാറാകണം. നോക്കൂ, സീതാദേവി അത്രയും ലോല ഹൃദയത്താണ്, സത്യസന്ധയാണ്. ഉപദ്രവകാരി അല്ലെങ്കിൽ രാക്ഷസന്മാരെ പോലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സാധു മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. എനിക്കറിയാം, എന്നെ പോലൊരു വിഡ്ഢിപ്പെണ്ണിന് മതതത്വങ്ങൾ അങ്ങയെ ഉപദേശിക്കാനുള്ള അർഹത ലേശം പോലും ഇല്ലെന്ന്. എങ്കിലും ഞാൻ പറഞ്ഞത് ഉചിതമാണെന്ന് വരികിൽ എന്റെ വാക്കുകളെ കുറിച്ച് അങ്ങ് പുനർവിചിന്തനം ചെയ്യണം. അനന്തരം ഏതാണ് ഉത്തമമെന്നാൽ അത് പ്രാവർത്തികമാക്കിയാലും. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ സ്നേഹത്തോടെ സീതാദേവിയോട് പറയും, പ്രിയ സീതേ, ജ്ഞാനം നിറഞ്ഞ നിന്റെ വാക്കുകളെ ഞാൻ ഏറെ വിലമതിക്കുന്നു. ഒരു ഭാര്യ ഭർതൃബന്ധം ഇങ്ങനെ ആയിരിക്കണം. എന്റെ നന്മയ്ക്കായി നീ നൽകിയ ഈ ഉപദേശം നിനക്ക് എന്നോടുള്ള ഉൾക്കട പ്രേമത്തിന്റെ ദൃഷ്ടാന്തമാണ്. സ്നേഹിക്കപ്പെടാത്തവന് ഇത്രയും കാപ്പറ്റരഹിതമായ ഉപദേശം ഒരിക്കലും ലഭിക്കുകയില്ലല്ലോ. ജാനകി, ഈ മഹർഷിമാർക്ക് രാക്ഷസന്മാരെ നിഷ്പ്രയാസം വധിക്കുവാനുള്ള ശക്തിയുണ്ട്. പക്ഷേ കഠിനവ്രതങ്ങളാൽ ആർജിച്ച പുണ്യമത്രയും നശിക്കുമെന്നതിനാലാണ് അവൻ അതിന് തുനിയാത്തത്. ഇക്കാരണത്താൽ അവരെന്നെ അഭയം പ്രാപിച്ചതും ദണ്ഡകാരണ്യത്തിലെ രാക്ഷസന്മാരുടെ ഉന്മൂലനാശം വരുത്തുമെന്ന് ഞാൻ അവർക്ക് സത്യം ചെയ്തു കൊടുത്തതും. നിന്നെയോ ലക്ഷ്മണനെ പോലുമോ പരിത്യജിക്കുവാൻ എനിക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ദ്വിജന്മാർക്ക് കൊടുത്ത വാക്ക് ലംഘിക്കുക എന്നാൽ അസാധ്യം. ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കും, സ്വന്തം അനുജനെ ഞാൻ ഉപേക്ഷിക്കും, പക്ഷേ എന്റെ ഭക്തർക്ക് ദ്വിജൻ, അതായത് 2 ജന്മം നേടിയവർ, ജീവിതത്തില് 2 ജന്മം നമുക്ക് ഉണ്ടായിരിക്കണം. ഗുരു ശിഷ്യബന്ധം, അതായത് ഗുരുവിനെ സ്വീകരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഒരു ജന്മം നമുക്ക് വരുന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും വിടത്തില്ല. ആണ് കൗന്ദയ പ്രതിജാനീഹി ന മേ ഭക്ത്യാ പ്രണശ്യതി. ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ വീണ്ടും പറയുന്നത്. നടന്ന് സീതാലക്ഷ്മണന്മാർ വിശാലവും സ്വർഗീയ സുന്ദരവുമായ ആ തടാകക്കരയിലെത്തി. ആരെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ അത്ഭുതകരമാം വിധം തടാകത്തെ ജലത്തിനടിയിൽ നിന്ന് ഗാനാലാപന സ്വരം കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ണനി എന്ന മഹാമുനിയെ കാണുകയാണ്. അപ്പം കണ്ണനി എന്ന മഹാമുനിയെയും ഒക്കെ കണ്ട് അവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതിന്റെ ശേഷം ഭാഗങ്ങൾ ഇന്ന് നമുക്ക് വായിക്കാം. വാൽമീകി രാമായണത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. അപ്പം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റിയുള്ള ഒരു സംശുദ്ധമായ ഒരു ജീവിതം ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും കടപ്പെട്ടതായിരിക്കണം. അന്യോന്യം
നല്ലത് വരുന്ന കാര്യങ്ങൾ സംസാരിക്കണം, ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണം, ഒരുമിച്ച് ഭഗവാനെ സേവ ചെയ്യണം. അതായത് ഭർത്താവ് ആയിരിക്കണം വീട്ടിലെ വിളക്കുകൾ ഒരുക്കുന്നതും കത്തിക്കുന്നതും എല്ലാം. അതേസമയം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ്. രാവിലെ എഴുന്നേൽക്കുക, ആ വിളക്കുകളും കാര്യങ്ങളും എല്ലാം ഒരുക്കി റെഡിയാക്കി കൊടുക്കുക, അതുപോലെ ഭഗവാന് നിവേദിക്കാനുള്ളത് റെഡിയാക്കി കൊടുക്കുക. അപ്പോഴത്തേന് ഭർത്താവ് അവിടെ ഭഗവാനെ ഒരുക്കി കഴിഞ്ഞു. രാവിലെ ആ ഒരു മംഗള ആരതി എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായ ഒരു ജീവിതത്തെ ഒരു ഐശ്വര്യം തരുന്നതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. സുമാജി എവിടെ വരെയാ വായിച്ചു നിർത്തിയത്? നമ്മൾ ഇനി വായിക്കാനുള്ളത് ശരഭംഗ മന്ദിര പ്രവേശം വായിച്ചു. ഘനശ്യാം ഹരേ കൃഷ്ണ, സ്വാഗതം. മുനിമണ്ഡല സമാഗമം. അതെ, മുനിമണ്ഡല സമാഗമം. ഘനശ്യാം ഹരേ കൃഷ്ണ, സ്വാഗതം. ഓക്കെ, സുമാജി വായിച്ചു തുടങ്ങിക്കോളൂ. ദണ്ഡകാരണ്യ തലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ഡദീദിക്കുല ജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് ഭോഗാനന്ദ വിവശന്മാരായ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതും ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാൻ എന്നു നൂനം. നാനാ താപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലം എന്തോ നിത്രയുണ്ടാവാനുഭോ. തദ്വാക്യം കേട്ടു ചൊന്ന താപസജനം രാമ ഭദ്രനീ കേൾക്ക മുനിസത്തന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. സുത്വാ വൃത്താന്തമിത്തം കാരുണ്യ പരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെയാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ അടുത്ത് പറയുന്നത്, ഞാന് മഹർഷിമാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അതായത് മഹർഷിമാരെ കൊന്നു തന്നെ അസ്ഥികൂമ്പാരങ്ങളാണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. അപ്പം മഹർഷിമാർക്ക് ഇവരെ ശപിക്കാനും ഇവരെ കൊല്ലുവാനും തപശക്തി കൊണ്ട് പറ്റും. പക്ഷെ ശ്രീരാമചന്ദ്രൻ പറയുന്നു, എന്തുകൊണ്ടാണത് അവർ ചെയ്യാത്തെന്ന് പറഞ്ഞാൽ അവരാർജിച്ചെടുത്ത് തപശക്തി അതോടുകൂടി തീരും. ഇപ്പം മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ എത്രത്തോളം തപശ്ശരി, അതായത് നമ്മൾ ഭഗവാനെ നാമം ജപിച്ച് ഭഗവാന്റെ സ്നേഹവും പ്രീതിയും ആർജിച്ചെടുക്കുന്ന ഒരു തപശക്തി, നമ്മുടെ ദേഷ്യം, മറ്റുള്ളവരോട് കാണിക്കുന്ന അനാവശ്യമായ ദേഷ്യവും അല്ലെങ്കിൽ അതുകൊണ്ട് ഈ ശക്തികൾ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് മഹർഷിമാർ ഒന്നും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ അത് തിരിച്ചറിഞ്ഞിട്ട് അവരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് വന്നു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ, കണ്ടിന്യൂ. നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞതു നാഥ. സുത്വാവൃത്താന്തമിത്തം കാരുണ്യ പരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ രാക്ഷസുകുല മുട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട താപസകുലനിഷ്ഠയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്രൈവ മുനി സത്താസ്മശവങ്ങളിൽ പൃഥ്വി നന്ദിയോടും അനുജനോടും കൂടി
സൽസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമ മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവർത്തു ഗുണഗണ സമ്പന്നമനുപമം സർവകാലാനന്ദതാനോദയമദ്ഭുതം സർവപാദ ഫലദാഗുൽമം ഗുൽമം സകുലസ്ഥൽ സർവപാദഫലദാകുലമം സകുലസ്ഥലം സർവപാദഫലദാഗുൽമ സംകുലാസ്ഥലം സർവസത്പക്ഷി മൃഗഭുജംഗ നിഷേവിതം. രാഘവനവരജൻ തന്നോടു സീതയോടും ആഗതനായതൊന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിക്ഷോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചരുളിനാനർഘ്യപാദാദികളാൽ ഭക്തി പൂണ്ട സുജല നേത്രനായ സദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽപുര നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിൻ മായാർണവം കടപ്പാനൊരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവുമല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവതത്വം ത്വദ്ഭക്തഭൃത്യഭൃത്യനായിടേണം ഞാൻ ത്വൽപാദാംബുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം പുത്രഭാര്യാർത്ഥ നിലയാന്ത കൂപത്തിൽ വീണു ഭദ്രനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ മൂത്രമാംസമേധാന്ത ഉൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളമതി കശ്മലമതിങ്കലും ഉള്ളാസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴ്കെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനരൂപഫലദാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശ്വേശ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു ഭാസിപ്പു ഞാൻ ദയാനിധേ അദ്വൈവം ഭവചരണാംബുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോ ബലവശാൽ ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായി രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മയാ വിടംബന രചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം പ്രഭുന് വേറെ ഈ കുട്ടി സമ്മതിക്കില്ല. ഹരേ കൃഷ്ണ. മീരാജി കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നല്ലൊരു ഭാഗമാണ് അത്. സ്തുതിക്കുകയാണ് സുധീഷ്ണ മുനി. ഇന്തിരുവടിയുടെ നാമമന്ത്രം വായിച്ചോളൂ. സന്മയമായി പരബ്രഹ്മമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മയാ വിടംബന രചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേര സുന്ദരമുഖമജിനാംബരധരം
സീതാ സംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനീരദ കളേവരം കോമളമതിശാന്തമനന്ത ഗുണമഭി രാമമാത്മാ രാമം ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്ര ഗോചരമായോരിത്തിരൂമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി. സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തോൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും. സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാ അല്പവും അതീനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തദീനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതുമഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലീനാൻ സുധീഷ്ണനും. അസ്തുതേ ഭദ്ര മധു തോന്നിയതെന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ. വാട്ടമെന്നിയെ വസിക്കേണമെന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഹിതമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരന്മാരോടും മന്ദം നടന്നു മധ്യാനി പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമി. ജപം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം. ഭാനുമാനൂദിച്ചോപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നട കൊണ്ടിതു മന്ദം മന്ദം. സർവർത്തുബല കുസുമാഠ്യ പാദ ഫലദാ സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാ പക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിത മനോപമം. ബ്രഹ്മർഷി പ്രവരന്മാർ അമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളം ഓരോരോ തരം നല്ല അറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തമരുളി ചെയ്തു രാമൻ. വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിയപ്പോൾ വേഗേന ചെന്നു ഭവാനഗസത്യമുനീന്ദ്രനോടാഗതാനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതൂപാശ്രമം. ശ്രുത്വാ രാമോക്തം സുദീക്ഷണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ.
നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുല സത്തമം രഘൂത്തമ ഭക്ത സഞ്ജയവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യ തൽപരം ശിഷ്യന്മാർക്കാമതമഗസ്ത്യമആത്മാ രാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനത വക്ത്രത്തോടും മാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിന്ന കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമാ ഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേകശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരഭസമുധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനി സത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമ ഭദ്രം മേ ദിഷ്ട്യാ ചിരമധ്യേവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല തപസ്യാഫലവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീക്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവനേത്ര കീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യുതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വേശ്വരം രാമം പാദ്യാർഘ്യാസന മധുപർക്കമുഖ്യങ്ങളും ആപാദ്യ സമ്പൂജ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിയിടിനാൻ. നീ വരുന്നതും പാർത്തു ഞാൻ ഇരുന്നിതും മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാസന സകലേശ്വരദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേഘനായ നന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജ്യം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാദി
പണ്ഡിതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും, വിദ്വാൻമാർ വിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നതോ പലതരം, നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ. സുധമാതാജി ഹരേ ഹരേ കൃഷ്ണ. ഹരേ. ഹരീഷ്ണ പ്രഭു, എനിക്ക് തെരഞ്ഞിട്ട് കിട്ടുന്നില്ല അതില് ആണോ? എവിടെയാണെന്നുള്ളത്. ആ, ശരി. ഞാൻ നിർത്തിയെടുത്തുന്നല്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അപ്പൊ ഞാൻ തെരഞ്ഞോണ്ടിരിക്കുന്നത് എവിടെയാണ്. ആ ഓക്കെ. ഇതിനകത്ത് ശ്ലോകം വന്നിട്ടില്ല അല്ലേ? നമ്മൾ വായിച്ച് നിർത്തിയത് ആക്ച്വലി നമ്മൾ ശരഭംഗ മന്ദിര പ്രവേശം. അങ്ങനെയൊന്നും ഇതിലില്ല പ്രഭു. ആ ഓക്കെ ഓക്കെ. ഓൺലൈനിൽ ശ്ലോകം നമ്പർ ഉണ്ടോ? ശ്ലോകം നമ്പർ ഉണ്ടോ? അതുമില്ലല്ലേ? ആരണ്യകാണ്ഡത്തിന് മാതാജി ഒരു 10-200 ലൈൻ പോരാല്ലേ? ഹെഡിങ്ങിൽ 400 ശ്ലോകം, 450 ശ്ലോകം തന്നെ കഴിഞ്ഞു ടോട്ടല്. 400 ശ്ലോകം നമ്പറും ഇല്ല അതിനകത്തല്ലേ? അയ്യോ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് 159 പേജില് എന്താ വായിച്ചേ? ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലീഷ കൗസല്യാദികൾ, അങ്ങനെ അതാണ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് ഇനി വായിക്കാനുള്ളത് എന്ന് പറഞ്ഞത്. പക്ഷെ അവിടുന്നേ അല്ല തുടങ്ങിയത്. അതില് അത് ഒരു പക്ഷേ അതിനകത്ത് വരികള് PDF-നകത്ത് വ്യത്യാസം ഉണ്ടാവും. അതാ സംഭവിച്ചത്. ഞാൻ ഇതിനകത്ത് കാണുന്നത് ഇല്ല വരികൾ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ കുറെ തെരഞ്ഞു, ഇടയ്ക്ക് ഓരോ മലയാളം വേർഡ്. ശരിയാ ശരിയാ. അപ്പൊ എന്തോ വരികൾ അങ്ങോട്ടും ഇട്ട് വ്യത്യാസമുണ്ട്. ഏത് ഭാഗമാണെന്നാ മാതാജി പറഞ്ഞ? സുമ മാതാജി അല്ല, നമ്മുടെ മാതാജിക്ക് കാണാനുണ്ടോ? നമസ്തേ രാമായ സീതാഭിരാമായ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വിശ്വം നമസ്തേ രാമായ ലോകാഭിരാമായ, നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയെ. ഇപ്പൊ മാതാജി നോട്ട് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അവിടെ നോക്കൂ, ആ ഭാഗത്ത്. PDF-ല് മലയാളം സെർച്ച് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്തു മലയാളം, എന്താ പറയാ, ഇതില് ഓൺലൈനിൽ ടൈപ്പ് ചെയ്തിട്ട് പോയിട്ട്. പക്ഷെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ളത് പഴയ ലിപിയാണ്. നമ്മൾ മലയാളത്തിന് ടൈപ്പ് ചെയ്ത് ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോ അത് പുതിയ ലിപി, അപ്പൊ അതുകൊണ്ട് കിട്ടുന്നില്ല. നമ്മള് അഗസ്ത്യ സ്തുതിയാണ് ആക്ച്വലി അഗസ്ത്യ സ്തുതിയാണ് വായിച്ചിട്ടുണ്ട്. സുധീഷിന്റെ സ്തുതി അയച്ചു. നമ്മൾ അതിനകത്ത് പ്രത്യേകം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കട്ടെ, സെർച്ച് ചെയ്യട്ടെ. അതിനെ അറിയാവുന്നത് ഇതിനകത്ത് 1-2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഭഗവാനെ ആത്മാരാമൻ എന്ന് വിളിക്കുന്നു. ഭഗവാന് സ്വയം പര്യാപ്തനായവനാണ്, ആരുടെയും സഹായം വേണ്ട. പക്ഷെ നമ്മള് ആശ്രിതനാണ്, നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്, നമ്മൾ ആരെങ്കിലും സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ആത്മാരാമനാണ്. പിന്നെ പറഞ്ഞത് ഇവിടെ സുധീഷ്ണൻ സ്തുതിക്കുന്നത് എന്താണ്? ഇവിടെ നിന്തിരുവടിയുടെ നാമമന്ത്ര തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽ ഗുരു നിയോഗത്താൽ. ഇപ്പം ഗുരുവിനെയും സ്വീകരിക്കണം. ഗുരുവിന്റെ അനുഗ്രഹത്തെ, ഗുരുവിന്റെ ഉപദേശപ്രകാരം ഞാൻ നിന്തിരുവടിയുടെ അങ്ങയുടെ നാമമാണ് ഞാൻ എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ത്രേതായുഗത്തിൽ ഇങ്ങനെയാണെങ്കിൽ കലിയുഗത്തിൽ നമ്മുടെ കാര്യം പറയേണ്ടതില്ലേ? നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. പിന്നെ വീണ്ടും എന്താ പറയുന്നത്? പിന്നെ പറഞ്ഞ ആശ്രിത ജനപ്രിയനാണ്. ഡോക്ടർ ജി ഹരേ കൃഷ്ണ. ആശ്രിത ജനപ്രിയനാണ്, അതായത് ഭഗവാൻ ജനപ്രിയനാണ്, ആശ്രിത വത്സനാണ്. ആരാശ്രയിച്ചു കഴിഞ്ഞാൽ അതാണ് പറയുന്നത്. പ്രണശ്യതി, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കത്തില്ലെന്ന് ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ പറയുന്നു, പിന്നെ എങ്ങനെയാണ്? പാദ്യ അഖ്യാസന മധുപർക്ക മുഖ്യങ്ങളുമാം പാദ്യ സംഭൂജ്യ സുഖമായുപവിഷ്ടം നാഥം. ഭഗവാനെ എങ്ങനെയൊക്കെയാണ് പൂജിക്കേണ്ടത്? ധൂപം, ദീപം, പുഷ്പം എന്നിവ കൊണ്ട് ആരതി ഒഴിയണം. പിന്നെ വീണ്ടും 2-3 പറയുന്നുണ്ട്, പിന്നെ ദണ്ഡ നമസ്കാരം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ സാഷ്ടാംഗം വീഴണം, പിന്നെ ചിന്തിക്കാനേ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സാഷ്ടാംഗ നമസ്കാരം മസ്റ്റാണ്. ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കാണുമെന്നുള്ള ജാള്യത.
പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു ഷർട്ട് ഊരാൻ പോലും പ്രയാസമാണ്. ഒരു കൈ ഇങ്ങനെ ഊരിയിട്ട് അതിന്റെ മേളിൽ കൂടി ഇങ്ങനെ വെച്ചിട്ടാണ് പോകുന്നത്. അത്രയ്ക്കും വിശാല മനസ്കതയുള്ള ആണ് നമ്മുടെ മലയാളികൾ. മിരാജ് ഇരിക്കുന്നത്, മിരാജ് കണ്ടിട്ടുണ്ടാവും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നത്. അപ്പം ഭഗവാന്റെ മുന്നിൽ അതൊന്നും അല്ല, ഉള്ള് സറണ്ടർ ചെയ്തിട്ട് ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്യണം. മാതാജിമാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചാംഗ നമസ്കാരം ചെയ്യണം. അപ്പം ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പം അഗസ്ത്യസ്തുതിയുടെ ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു തരാം മീരാജി, എന്നിട്ട് നമുക്ക് അതുകൂടി നിർത്താം. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹതത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം ഒന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാടുപ്പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ ഇങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ്യഗോനി ജ്യോതികൾ ബഹുസ്ഥാവര ജംഗമൗഖപൂർണമായുണ്ടായി വന്നു. തൊന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാദാ നാഭിയിൽ നിന്നുണ്ടായി. തത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മാതാജി, എല്ലാത്തിനും സാക്ഷിയായി ഞാൻ നിൽക്കുന്ന ഒരു ശ്ലോകമുണ്ടല്ലോ ഭഗവത്ഗീതയിൽ. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നു 3 ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഭഗവത്ഗീതയെ കൃത്യമായിട്ട് പറയുന്നു, ദേവി ഹേഷ്യ ത്രിഭിർ ഗുണമായി മമ മായ ദുരത്യയ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും പറയുന്നതാണ്, അങ്ങനെ ആ 3 ഗുണത്തിൽ നിന്നാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഉണ്ടായത്. ഈ 3 പേരും എന്നിൽ നിന്നാണ് ഉണ്ടായത്. ആരാണത്? ഏകൻ അവ്യൻ ഭവാൻ നാഥൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, വിഷ്ണു ഭഗവാൻ. അപ്പം ഈ 3 മൂർത്തികളുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പം ഇതുവരെ വായിച്ചിട്ടില്ലാത്തപ്പോൾ കിട്ടാത്ത ചില അർത്ഥങ്ങളുടെ തലത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാമായണവുമായിട്ട് അടുക്കണം. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് രാമായണത്തെ നമ്മൾ കാണണം. ആ പ്രാക്ടിക്കലില് ആ ഒരു എന്താ പറയുന്നത് ഡെമോൺസ്ട്രേഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ശ്രീരാമചന്ദ്രനുമായിട്ട് അടുത്ത് കഴിയും. ഹരേ കൃഷ്ണ. അപ്പം വാസുദേവ പരാവേദ. ഘനശ്യാം ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഘനശ്യാം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവ പരാവേദ. വാസുദേവ പരാവേദ വാസുദേവ പരാമഗഃ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയാഃ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരാഗതിഃ. വാസുദേവ പരാവേദ. ഈ വേദങ്ങളെല്ലാം വാസുദേവനാണ്. വാസുദേവ പരാഗതി, നമ്മുടെ ജീവിതത്തിലെ ഗതിയും വാസുദേവനാണ്. ആ വാസുദേവനെയാണ് ഇവിടെ പറയുന്നത്. നിവൃത്തൻ, നിത്യൻ, ഏകൻ, അവ്യൻ, നാഥാ ഭഗവാനെ
ഇവറ്റിനെല്ലാം സാക്ഷിയായി. ശ്ലോകം സുശ്യം പ്രഭു ഓർമ്മ വരുന്നുണ്ടോ? ഭഗവത്ഗീതയിലെ ശ്ലോകം വരുന്നത് പ്രഭുവും സാക്ഷിയും എല്ലാം ഞാനാണ്. 9ാമത്തെ ചാപ്റ്ററിലാണോ? പ്രഭുവും സാക്ഷിയും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. 9ാമത്തെ ആയിരിക്കാം. ഹരേ കൃഷ്ണ. ഓർമ്മ വെച്ചോളൂ. സ്മിതമാതാജി എന്തെങ്കിലും നോട്ട്സ്, മെസ്സേജുകൾ ഇതിനിടയ്ക്ക് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കാര്യങ്ങള്. പ്രഭു ഭഗവത്ഗീതയിലെ 18ാമത്തെ ശ്ലോകമാണ്. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം. ഏത് ചാപ്റ്ററില്? 9ാമത്തെ ചാപ്റ്റർ. ഓക്കെ. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയ സ്ഥാനം നിദാനം ബീജമവ്യേയം. എന്റെ അർത്ഥം കൂടെ വിവർത്തനം. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഇപ്പം രാമായണത്തിന്റെ ആ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയില്ലേ? ഇവിടെയാണ് ചിലര് പറയുന്നത്. അപ്പം വേറൊരു തലത്തിലൂടെ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ശ്രീരാമചന്ദ്രനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സീസണബിൾ വായനയായിട്ട് മാറും. അതവിടെ വെക്കും, വീണ്ടും കഴിഞ്ഞു, ഇനി അടുത്ത കർക്കിടക മാസമാവണം രാമായണം വായിക്കാൻ. ഹരേ കൃഷ്ണ. അങ്ങനെയല്ല. ഹരേ കൃഷ്ണ. സുശ്യം പ്രഭു പറയാം. ഹരേ കൃഷ്ണ പ്രഭു. ഞാനത് ശ്രദ്ധിച്ചത് ഒരു കാര്യം, ഇവര് സീതാദേവി ശ്രീരാമനോട് ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവര് തങ്ങളിലുള്ളൊരു ആത്മബന്ധമാണ് അത് കാണിക്കുന്നത്. അതിനകത്ത് ഈ നമ്മളെ കുടുംബങ്ങളിൽ വേണ്ടത്, അല്ലെങ്കിൽ റാദർ മിസ്സിങ്, ആത്മബന്ധമാണ്. അതിപ്പോ കല്യാണം, അറേഞ്ച്ഡ് മാരേജ്, ഈ ജാതകം നോക്കുന്നത് തന്നെ ആത്മബന്ധം ഉണ്ടെന്നാണ് അവർ നോക്കുന്നത് ഇവർ തങ്ങളിൽ. അപ്പം മാത്രമേ ഈ എന്താ പറയാ, ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ഇന്റൻസ് റിലേഷൻ അവർ തങ്ങളിൽ ഉണ്ടാവും. അതാണ് നോക്കുന്നത് മെയിനായിട്ട്. വേറെയുള്ള പൊരുത്തങ്ങൾക്കല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോക്കുമ്പോൾ ഇവർ തങ്ങളിൽ ഒരു ലോങ് ടേം പാപസാമ്യം അല്ലെങ്കിൽ ആത്മബന്ധം ഉണ്ടാന്ന് തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ആ ആത്മബന്ധത്തിൽ ഇത് നിൽക്കുന്നത്, ഈ കുടുംബം. അപ്പൊ അതായിരിക്കണം ആ ഒരു അവർ തങ്ങളിലുള്ളത്. ഓരോ കുടുംബത്തിനും അങ്ങനെ ആയിരിക്കണം. ഓരോ കുടുംബത്തിനും അത് അപ്പൊ അത് നേരത്തെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ജാതകം നോക്കുന്നത് അതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണല്ലോ, ഈ ജാതകത്തിൽ അറിയാൻ പറ്റും ഇവർ തങ്ങളിൽ ആത്മബന്ധം ഉണ്ടോ ഇല്ലയോ. ആ ആത്മബന്ധം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ബന്ധങ്ങളിലും അതിനകത്ത് കവർ ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ ആത്മബന്ധം ബാക്കി എല്ലാത്തിനെയും എൻഹാൻസ് ചെയ്യും. ദ ബേസ് ആത്മബന്ധമാണ് നോക്കുന്നത് അവര്. ഇതിപ്പോ ഇങ്ങനെ ഓരോന്നോരോന്ന് തപ്പി പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. ജാതകം നോക്കിയിട്ടാണല്ലോ ഇവിടെ കല്യാണങ്ങളൊക്കെ നടത്തുന്നത്. സത്യം. ഹരേ കൃഷ്ണ. സ്മിതമാതാജി. ഹരേ കൃഷ്ണ. ഞാൻ പെട്ടെന്നൊരു ചെറിയ കഥ പറയാം. സുമമാതാജി നാളെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മള് സൗത്തില് ഏത് രീതിയിലുള്ള വർഷിപ്പാണെന്നുള്ളത്. ആക്ച്വലി ഭഗവാന്റെ നമ്മള് ഐശ്വര്യ ഭാവത്തിലാണ് വർഷിപ്പ് ചെയ്യുന്നത്. ആൻഡ് നോർത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രേമഭക്തി ഉള്ള രീതിയിലാണ് അവരുടെ വർഷിപ്പ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം രംഗനാഥ സ്വാമി, നമുക്കറിയാം രംഗനാഥ് ടെമ്പിളിനെ കുറിച്ച് നമുക്കറിയാലോ. അപ്പോ അവിടെ രാമാനുജാചാര്യ ഒരാളെ കാണും. അദ്ദേഹം പിന്നാലേക്കാണ് നടക്കുക. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് അങ്ങേര് പിന്നാലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല മുഖം നോക്കാൻ പറ്റുള്ളൂ ഭാര്യയുടെ. അപ്പൊ അതുകൊണ്ട് അങ്ങേര് പിന്നാലേക്കാണ് എപ്പോഴും നടക്കുക. ഈ ഭാര്യയുടെ മുഖം നോക്കിയിട്ടാണ് ഇങ്ങേര് നടക്കുക. അപ്പൊ രാമാനുജാചാര്യര് അതിശയിക്കും, എന്താ ഇങ്ങേര് ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ചോദിക്കും അങ്ങേരോട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണമെന്ന്. അപ്പോ അദ്ദേഹം ഉത്തരം പറയും, എന്റെ ഭാര്യയുടെ കണ്ണുകള് അത്രയും സുന്ദരമാണ്. അപ്പൊ ഒരു നിമിഷം പോലും ഞാൻ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവരെ ഫേസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അവരെ ഫേസ് ചെയ്ത് നടക്കുമ്പോ എന്താ സംഭവിക്കുക, ഇങ്ങേര് പിന്നാലെ
അപ്പൊ രാമാനുജാചാര്യർ പറയും ഈ ഭാര്യയുടെ കണ്ണുകളെക്കാട്ടിലും ഭംഗിയുള്ള ഒരു കണ്ണ് ഉള്ള ആരെങ്കിലും ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും ആ നിമിഷം ഞാൻ ആരെയാണോ കാണിച്ചു തരുന്നത് അവരുടെ എന്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിഞ്ഞു വെക്കുന്നതാണ്. അപ്പൊ രാമാനുജാചാര്യർ പറയും ഓക്കെ, നാളെ രാവിലെ 3 മണിക്ക് വരണം എന്ന് പറയും, ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം വരും. വന്നിട്ട് രാമാനുജാചാര്യര് രംഗനാഥ് ടെമ്പിളിലേക്ക് കൂട്ടിയിട്ട് പോകും. അപ്പൊ ആ സമയത്ത് ആ നട തുറക്കുന്ന ആ സമയത്ത് ആരതി കാണാൻ വേണ്ടിയിട്ടാണ് രാമാനുജാചാര്യർ കൂട്ടിയിട്ട് പോകുന്നത്. അവിടെ എത്തി ആരതിയൊക്കെ തുടങ്ങി ഇങ്ങനെ ഭഗവാന്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രാമാനുജാചാര്യർ പറയും കണ്ണു തുറക്കാൻ പറയും. ഇദ്ദേഹത്തിന്റെ പേര് ധനുർദാസ് എന്നാണ്, ധനുർദാസ്. അപ്പൊ അദ്ദേഹത്തിനോട് പറയും, തട്ടിയിട്ട് പറയും ഇപ്പോ കണ്ണു തുറന്നിട്ട് നോക്കൂ എന്ന് പറയും. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഡേറ്റിയെ കാണും, ഡേറ്റിയുടെ കണ്ണുകൾ കാണും. അപ്പോ അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് തോന്നും ആ ഡേറ്റിയുടെ കണ്ണുകള്. ആ നിമിഷം മുതൽ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന രാമാനുജാചാര്യരുടെ അടുത്ത്, ഞാന് എന്റെ ഭാര്യയെക്കാട്ടിലും നല്ല ഭംഗിയുള്ള കണ്ണുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഫുൾ ലൈഫ് ടൈം ഞാൻ അവരെ സെർവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വാക്ക് പാലിക്കും. ധനുർദാസ് അങ്ങനെ രാമാനുജാചാര്യരുടെ ശിഷ്യനാവുകയും ഫുൾ ലൈഫ് ടൈം രംഗനാഥ സ്വാമിയുടെ എന്താ പറയാ സർവീസിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മളിപ്പോ പല ഡേറ്റീസും കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, എന്താണ് ഇപ്പൊ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് തോന്നും നമ്മൾ ചില സമയത്ത്. ചില ഡേറ്റി നമുക്ക് തോന്നും ഭയങ്കര ഭംഗിയുണ്ടെന്ന്. പക്ഷെ ചില സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്താണ് ഇത്രയും സ്പെഷ്യൽ, ആൾക്കാർ പറയുന്നതിന് ഇത്രയും സ്പെഷ്യൽ എന്താ ഉള്ളത് ഈ ഡേറ്റിയിൽ, ഒരു സാധാരണ ഡേറ്റി അല്ലേ എന്ന് നമുക്ക് തോന്നും. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പ്രഭു പറഞ്ഞു ഗുരുവിന്റെ ഇമ്പോർട്ടൻസ്. ഒരു ഗുരു നമ്മൾക്ക് കാണിച്ചു തരുമ്പോഴാണ് നമ്മൾക്കൊരു ഡേറ്റിയുടെ ഭംഗിയായാൽ പോലും അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന്റെ പ്രേമമാകുന്ന ഭഗവാനോടുള്ള പ്രേമമാകുന്ന അഞ്ജനം എഴുതിയിട്ടാണ് നമ്മൾക്ക് ആ ഡേറ്റിയെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അവരുടെ കണ്ണിലുള്ള ആ പ്രേമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്കും ആ വിഗ്രഹം കാണുമ്പോ ഭംഗിയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോ ഈവൻ ഒരു വിഗ്രഹത്തിന് ഭംഗി ആസ്വദിക്കാൻ പോലും നമുക്ക് സത്യത്തിൽ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി വളരെ ലേറ്റ് ആണെങ്കിലും കയറി വന്നു. എന്തായാലും നമ്മൾ തീരാമ്പഴത്തിലെങ്കിലും വന്നു. സന്തോഷം, വളരെ സന്തോഷം. വളരെ തിരക്കാണ് അല്ലേ? ഹരേ കൃഷ്ണ. എല്ലാരും ഒന്ന് കാണാന്ന് വിചാരിച്ചു.